കെ.എസ്. ഹരിഹരന്റെ വിവാദ പ്രസംഗത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വടകരയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. വരും ദിവസങ്ങളിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. പ്രതിഷേധ പ്രകടനം നഗരം ചുറ്റി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. കാനത്തിൽ ജമീല എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. ഇന്ദിര പാറോൽ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി കെ. പുഷ്പജ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി. രജനി, എം. ലീന എന്നിവർ സംസാരിച്ചു. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കെ.എസ്. ഹരിഹരനെതിരെ പോലീസിൽ പരാതിയും നൽകി. കഴിഞ്ഞ ദിവസം വടകര SP ഓഫീസിലെത്തിയാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാക്കന്മാർ പരാതി നൽകിയത്. വടകര കോട്ടപ്പറമ്പിൽ വെച്ച് നടന്ന UDFന്റെ പൊതുയോഗത്തിൽ RMBയുടെ സ്റ്റേറ്റ് നേതാവായിട്ടുള്ള കെ.എസ്. ഹരിഹരൻ ശൈലജ ടീച്ചറെയും അതുപോലെ തന്നെ നമ്മുടെ സിനിമ സൂപ്പർ സ്റ്റാറായിട്ടുള്ള മഞ്ജു വാര്യരെയും വളരെ അപമാനിക്കുന്ന തരത്തിൽ, അവരെ മാത്രമല്ല സ്ത്രീകളെ മൊത്തത്തിൽ സ്ത്രീ സമൂഹത്തെ തന്നെ മൊത്തത്തിൽ അപമാനിക്കുന്ന തരത്തിലേക്കുള്ള പ്രസ്താവനയാണ് കെ.എസ്. ഹരിഹരൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മളിപ്പം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുള്ളത്. ഇതിവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, നമ്മളിപ്പോൾ തീരുമാനിച്ചത് വനിതാ കമ്മീഷനിലും ഇതിനെതിരായിട്ടുള്ള ഒരു പരാതി നടത്താനും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംസ്ഥാനത്തുടനീളം പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലേൻ്റെ എല്ലാ ഭാഗങ്ങളിലും അത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പരിപാടി ഇന്നും നാളെയുമായിട്ട് സംഘടിപ്പിക്കുകയാണ്. അതിന് പുറമെ 20-ാം തീയതി കോഴിക്കോട് ജില്ലാടിസ്ഥാനത്തിൽ വലിയൊരു പൊതുയോഗം ഇതിനെതിരായിട്ട് സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തീരുമാനിച്ചിട്ടുണ്ട്. ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി തന്നെയാണ് സംഘടന തീരുമാനിച്ചിട്ടുള്ളത്.